ആ നട്ടുച്ച നേരത്ത് കർത്താവ് വേർപ്പം കയറി ഉച്ചയും പോയിഞ്ഞ് ആ കിണറ്റിൻ്റെ വാതിക്കെ ഇരുന്നപ്പോഴേ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോൾ ആ സമരക്കാരി ചാടിക്കടിച്ചു. നിങ്ങളുടെ ഈ ചാടിക്കടിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഉടമ്പടി താമസിക്കും. നന്ദിയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവിൻ്റെ മനസ്സിനനുസരിച്ച് നിങ്ങളുടെ സ്വഭാവം നിങ്ങളെ പുനഃക്രമീകരിക്കണം. അതാണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സമരക്കാരി എന്താ ചാടിക്കടിച്ചത്? ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുത്തു, പക്ഷേ വീട്ടിൽ ചാടിക്കടിയാണെന്നുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ ശാന്തമായ പിന്നെയും നമ്മുടെ അനുഗ്രഹങ്ങൾ താമസിക്കാം. പ്രകൃതി മാറ്റം അത്യാവശ്യമാണ് ഉടമ്പടിയുടെ. കാര്യം എന്താ? നമ്മൾ ദൈവത്തോടാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ഇപ്പം സമരക്കാർ ചാടിക്കടിച്ചില്ലേ? അവരെന്താ പറഞ്ഞത്? നീ ഒരു യഹൂദനായിരിക്കെ സമരക്കാർ എന്നോട് ഇതെന്തൊരു പരിപാടിയാണ് പറഞ്ഞ. ഒരു ഗ്ലാസ് വെള്ളം പരവേശം എടുത്തപ്പോൾ യാചിച്ചതിന് ഇവർ ജാതി പറഞ്ഞില്ലേ? അവൻ്റെ പല കാര്യമുണ്ടാ. അടിപ്പാഴ്സലും മുതലൊക്കെ കൊടുക്കേണ്ടതാണ്. പക്ഷെ കർത്താവ് കൊടുക്കത്തില്ല. കർത്താവ് എന്താ ചെയ്യണത്? അതാണ് കർത്താവ് ഉടനെ അവിടെ ലെവലിലേക്ക് കയറി വന്നില്ല. കർത്താവ് ഈശോയുടെ നിലവാരത്തിൽ നിന്നുകൊണ്ട് എന്താ പറഞ്ഞത്? നിന്നോട് കുടിക്കാൻ ചോദിക്കുന്നതും ആരാണെന്നും നീ അറിയുകയും നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവൻ്റെ എന്ത് മധുരമായിട്ടാണ് പറഞ്ഞത്. ഈശോ എന്നാ പറഞ്ഞ? മകളെ ഇങ്ങനെ ചാടിക്കടിക്കണേ എന്താ കാര്യമെന്നറിയാമോ? എന്നെ അറിയാത്തത് കൊണ്ടാണ്. എന്ത് സിമ്പിളായിട്ടാണ് പറഞ്ഞിരിക്കണത്. 4:10 യോഹന്നാൻ്റെ സുവിശേഷം. നിൻ്റെ പ്രകൃതിയിൽ ഈ വന്നിരിക്കണ ചാടിക്കടിയില്ലേ? ഇപ്പം ഈ ചാടിക്കടിക്കാൻ വന്നിരിക്കണ എന്താണെന്നറിയാമോ? കാരണം എന്നെ അറിയാത്തത് കൊണ്ടാണ്. ഒരു മനുഷ്യൻ്റെ പ്രകൃതി മാറണത് ഈശോനെ അറിയുന്നതനുസരിച്ച് കൊണ്ട് പ്രകൃതി മാറും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അങ്ങേ അറിഞ്ഞു ജീവിക്കാൻ, അങ്ങയുടെ വചനത്തിൽ വരുമെന്ന് ജീവിക്കാൻ, കർത്താവേ അങ്ങയുടെ വചനത്തിന് പ്രബോധനം ഉൾക്കൊള്ളാൻ കൃപ ചൊരിയണമേ. അഭിഷേക വചനത്താൽ ഞങ്ങളെ പ്രബുദ്ധരാക്കുന്നു. നന്ദി പറയുന്നു. ഹല്ലേലൂയ. സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വരത്തില് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. അപ്പോൾ യോഹന്നാൻ 4:10 ഈശോ പറഞ്ഞില്ലേ, എന്നെ അറിയാത്തതാണ് നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അതാണ് ഈശോ പറഞ്ഞത്. എന്നെ അറിയാത്തതാണ് നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അത് വലിയൊരു മർമ്മമാണ് കേട്ടോ. അതാണ് ഈശോ പറഞ്ഞത്, എന്നെ പഠിക്കൂ, എന്നെ പഠിക്കൂ എന്ന് പറയും. അറിയാത്തവരെന്താ ചെയ്യേണ്ടത്? അറിയാത്തവരെന്നാ ചെയ്യേണ്ടത്? പഠിക്കണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എന്നെ പഠിക്കൂ. എന്താ പഠിക്കേണ്ടത്? ഞാൻ ശാന്തശീലനാണ്, പിന്നെന്താണ്? വിനീത ഹൃദയനാണ്, എന്നിൽ നിന്ന് പഠിക്കുവിൻ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? ആശ്വാസം ലഭിക്കും. ദൈവികമായ ആശ്വാസത്തിൻ്റെ എല്ലാം അടിസ്ഥാനം ഈശോയെ പഠിക്കലാണ്. കൈ അടിച്ച് കർത്താവ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പം നമ്മൾ യോഹന്നാൻ 4:10 മത്തായി 11:29 ഇന്റർകണക്റ്റഡാണ്. കർത്താവ് പറയും, നിൻ്റെ മുഴുവൻ പ്രശ്നങ്ങളുടെ പരിഹാരം എന്താ? എന്നെ അറിയാത്തതാണ്. എന്നെ അറിയണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്?
എന്നെ പഠിക്കണം. എന്താണ് പഠിക്കേണ്ടത്? ഞാൻ ശാന്തശീലനാണെന്ന് പഠിക്കണം. എന്താണ് ശാന്തശീലൻ എന്ന് പറയുമ്പോൾ? ശാന്തശീലർക്കുള്ള ഗുണം എന്താ? ശാന്തശീലർ അനുഗ്രഹീതരാകുന്നു. പറഞ്ഞേ, അവർ ഭൂമി കൈവശമാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് മത്തായി 5:5 മലയിലെ പ്രസംഗങ്ങളിലെ ഒന്നാണത്. എന്താണ്? നമ്മൾ ശാന്തശീല വ്യഗ്രതയാണ് പ്രശ്നം, ഇല്ലേ? ഹാർട്ട് അറ്റാക്കും അൾസറും ഉണ്ടാകണ എന്താണ്? വ്യഗ്രത കൊണ്ടല്ലേ, ഇല്ലേ? അപ്പം വ്യഗ്രതയ്ക്കെതിരാണ് എന്താണ്? ശാന്തശീല. ഈ ശാന്തശീല എങ്ങനെ? ഈ മത്തായി 5:5 ഭൂമി എന്ന് പറയുന്നത് എന്താണ്? ജീവിത ലക്ഷ്യം. ഈ ജീവിത ലക്ഷ്യം നമ്മൾ കൈവശമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ശാന്തത ശീലമാക്കണം. എങ്ങനെയാണ് ഈ ശാന്തശീലമാക്കണത്? ഈശോയെ സ്നേഹിക്കുമ്പോഴാണ് ശാന്തശീലം ഉണ്ടാകുന്നത്. എന്താണ്? നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ ചെയ്യണത്? പരിശുദ്ധ അമ്മ വഴി നമ്മുടെ ജോലി, വീട്, വിവാഹം എല്ലാം ഈശോയ്ക്ക് ഏൽപ്പിക്കുന്നു. നമ്മൾ സാക്ഷ്യങ്ങൾ എന്തുമാത്രം കേട്ടു. ഇപ്പം ഇന്നത്തെ സാക്ഷ്യത്തിൽ ഞാൻ പത്രത്തിലെഴുതി കൊടുത്തതാണോ നിങ്ങളിവിടെ കേട്ടതാണോ എന്ന് അറിയത്തില്ല. 49 വയസ്സൊക്കെ ഉള്ള ആൾ വിവാഹം കഴിച്ചിട്ടുണ്ട്. ഇവിടെ പറഞ്ഞാണോ സാക്ഷ്യം? ഇവിടെ പറഞ്ഞതാണോ? ശരി. അപ്പം എന്താ 2 സാക്ഷ്യം ഒരുമിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത് അവിടെ? അപ്പോൾ 49 വയസ്സ്. ഇന്നാളെ കേട്ടത് 46 വയസ്സാണ് കേട്ടത്. 46 വയസ്സുള്ളവർ വിവാഹം കഴിച്ച്. ഇപ്പം നമ്മൾ കേട്ടത് 49 വയസ്സ്. അപ്പോൾ ഈ ഉടമ്പടിയുടെ റേഞ്ച് വേണ പൂക്കുണ്ടില്ലേ? പണ്ടൊക്കെ ഞങ്ങൾക്ക് 35 വയസ്സുള്ളൊരു കല്യാണം കഴിച്ചെന്ന് കേട്ടാൽ ഞാൻ ആ സാക്ഷ്യം ഭയങ്കര സന്തോഷത്തോടെ സൈൻ ചെയ്യുമായിരുന്നു. ഇപ്പോഴതിനെയും കവഴിഞ്ഞാണിത് വരണത്. അതുപോലെ മക്കളില്ലാത്ത ആൾക്കാർ തന്നെ 20 വർഷമായിട്ട് മക്കളില്ലാത്തവരെ ഉടമ്പടി പുതുക്കി കഴിയുമ്പോൾ എങ്ങനെയാണ് 2 കുഞ്ഞുങ്ങളെ ഗർഭം ധരിക്കണത്? അതിൻ്റെ അർത്ഥം എന്താണ്? അതാണ് 2 കുഞ്ഞുങ്ങളുമായിട്ട് സാക്ഷ്യം പറഞ്ഞില്ലേ? ഈ മാസം ആദ്യം 2 കുഞ്ഞുങ്ങളുമായിട്ട് ഉടമ്പടി. അവർക്ക് 20 വർഷമായിട്ട് മക്കളില്ല. ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ആ ആഴ്ചയിൽ അവർക്ക് കർത്താവ് കുഞ്ഞിനെ കൊടുത്തു, 2 കുഞ്ഞുങ്ങളെ കൊടുത്തു. അപ്പോഴെന്താ പ്രശ്നം? ശാന്തശീലത എന്ന് പറയണത് ശാന്തതയുടെ ഉള്ളിലെ എന്താ സംഭവം? എന്താണ് ശാന്തത? ഐ ആം മീക്ക് ആൻഡ് ഹംബിൾ എന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. ഈ 2 സ്വഭാവം വെരി സീരിയസ് ആണ്. കർത്താവുമായിട്ട് ഡീല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 2 സ്വഭാവം നമ്മൾ കാലാന്തരത്തിൽ സംശീകരിക്കണം. ഒന്നെന്താണ്? മീക്ക് എന്ന് വെച്ചാൽ ശാന്തശീലത. മറ്റെന്താണ്? ഹംബിൾ, വിനയം, എളിമ. എളിമയാണ് ഈ വിട്ടുകളയെന്ന് പറയുന്ന സംഭവം. മനസ്സിലായ? നമ്മൾ ആരോ ആണെന്ന് നമ്മൾ ധരിക്കുമ്പോഴാണ് നമുക്ക് എളിമ നഷ്ടപ്പെടുന്നത്. എൻ്റെ മക്കൾ മനസ്സിലാക്കണം. ഉടമ്പടി ഒഴുകി വരണ്ടേ മക്കളെ? ദൈവം വിനയമുള്ളവർക്ക് കൃപ നൽകുന്നു എന്നല്ലേ പറയണത്, അല്ലേ? നമ്മൾ സംഗീത പത്രോസിൻ്റെ 5 വായിക്കുമ്പോഴും യാക്കോബിൻ്റെ 4:6 വായിക്കുമ്പോഴും ലേഖനങ്ങൾ വായിക്കുമ്പോഴേ ദൈവം എളിമയുള്ളവർക്ക് കൃപ നൽകുന്നു. പക്ഷേ എളിമ എങ്ങനെ ഉണ്ടാകും? നമ്മൾ ആരോ ആണെന്ന് ഉള്ള നിലവാരത്തിൽ നിന്നാണ് താഴേക്ക് വരേണ്ടത്. അതാണ് കർത്താവ് താഴേക്ക് വന്നത്. വിട്ടുകളഞ്ഞു. അവൻ പ്രകൃത്യ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി അവൻ പരിഗണിച്ചില്ല, വിട്ടുകളഞ്ഞെന്ന്. ഇപ്പം നിന്നോടൊരാൾ അപമര്യാദയായിട്ട് പെരുമാറി. ഞാൻ ചില സമയത്ത് ഓർക്കുകയെ, എൻ്റെ ചേട്ടായി, എൻ്റെ അപ്പം മരിച്ചതാ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ സെമിനാരിൽ ചേർന്നത്. എൻ്റെ ചേട്ടായിയാണ് പിന്നെ എല്ലാം നോക്കിയത്. പക്ഷേ എൻ്റെ പട്ടത്തിൻ്റെ ഒരു 2-3 മാസം മുമ്പ് ആൾ നാടി വിട്ടുപോയി. ഞാൻ ഒറ്റക്കായിപ്പോയി. അന്ന് വീടും എല്ലാം ഉറഞ്ഞതായിരുന്നു. പിന്നെ സെമിനാരിന്ന് ലീവെടുത്ത് വന്ന് കുറേ ബന്ധുക്കളോടൊക്കെ പണം വാങ്ങിച്ച് കടം വാങ്ങിച്ച് ഒറ്റക്ക് നിന്നാണ് കുറച്ച് ആൾക്കാരുടെ ഈ വീട് പണിത് കൂട്ടി ഒരു കണക്കിന് തല്ലിക്കൂട്ടി എടുത്ത് 10 മനുഷ്യർ വന്നതല്ലേ. നിങ്ങളെന്ത് പറഞ്ഞാലും എനിക്ക് മനസ്സിലാകുവേ. ഞാൻ വന്നൊരു വഴിയുണ്ട്. അന്ന് ഇവർ 2 പേരും ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് എനിക്ക് തോന്നിയ അവർ മതിയെന്ന്.
നിങ്ങൾക്കും ഒരു വിഷയം വരുമ്പോൾ നിങ്ങൾ ഇവരെയാണ് ഞാൻ പ്രൊമോട്ട് ചെയ്ത് തരണത്, ഇവർ മതിയെന്ന്. ബാക്കി ആരോടും പരിഭവമില്ല, പരാതിയില്ല. എല്ലാം റെഡിയായി. ഓർഡിനേഷൻ്റെ തലേ ദിവസം ചേട്ടായി പ്രത്യക്ഷപ്പെട്ട് നമുക്ക് വേണമെങ്കിൽ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാം, ചേട്ടാ എന്നോട് അങ്ങനെ ചെയ്തില്ലേ എന്ന്, ഇല്ലേ? പക്ഷേ വിട്ടുകളയണം. അവിടെയാണ് ഉടമ്പടി വരേണ്ടത്. വിട്ടുകളയണം. ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്, അതെല്ലാം വിട്ടുകളയണം. അതാണ് പരിഗണിച്ചില്ല എന്ന് പറയുന്നത്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് അലിൻ. ഞാൻ ഇരിഞ്ഞാലക്കുട രൂപതയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ വന്നു ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഫെബ്രുവരി 13 2024 അതിനു മുമ്പ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അപ്പം എൻ്റെ സ്റ്റുഡൻറ്റ് വിസ കഴിഞ്ഞ് ഞാൻ UK വർക്ക് ചെയ്യണേ. ഞാൻ ഗ്രാജുവേറ്റ് വിസ എടുക്കുന്ന സമയമായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്തത് എനിക്കൊരു ജോലി വേണം, അത് സ്പോൺസർഷിപ്പുള്ളൊരു ജോലി ആവണം എന്നതായിരുന്നു എൻ്റെ മെയിൻ കാര്യം ആ സമയത്ത്. അപ്പോൾ എനിക്ക് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെ ഡിപ്പെൻഡിങ് വിസയൊക്കെ എടുത്ത് കളഞ്ഞു. അവിടെ ഭയങ്കര നിയമങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആക്കി. അപ്പോൾ ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്ന സമയമായിരുന്നു. അത് കഴിഞ്ഞ് ഞാനവിടെ ഒരു ഹോമിൽ നൈറ്റ് കെയർ വർക്കറായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത്. അപ്പോൾ ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. നൈറ്റാണെങ്കിലും ഞാൻ രാവിലെ 5:30 പേഷ്യൻറ്റിന് കെയർ കൊടുക്കണതിന് മുമ്പേ പോയി എൻ്റെ പ്രാർത്ഥനയൊക്കെ തീർത്തിട്ടാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ഒക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഡേറ്റ് വന്നു, ജൂൺ 25. ആ സമയത്ത് എനിക്ക് നൈറ്റ് ചെയ്യാമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നൈറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് ജോലി അപ്ലൈ ചെയ്യാനുള്ളൊരു സമയമോ അതിനുള്ളൊരു ഹെൽത്തോ ആരോഗ്യമൊന്നും എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. എപ്പോഴും ഞാൻ ഉറക്കമായിരുന്നു നൈറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അങ്ങനെ ഞാനത് കഴിഞ്ഞ് ജൂൺ 25 എനിക്ക് എൻ്റെ മാനേജർ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, ഡേയിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അലിൻ നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ മാറാം, എനിക്ക് ഓക്കെയാണ്. അതേപോലെ എൻ്റെ മനസ്സിൽ തോന്നിയ ആ ഡേറ്റ് ഞാനൊരു പേപ്പറിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ എനിക്ക് അവരെ തൊട്ടടുത്തുള്ളൊരു ഹോമിലേക്ക് മാറാനും അവിടെ എനിക്ക് ഡേ മാത്രം ഷിഫ്റ്റുള്ളൂ, നൈറ്റ് ചെയ്യേണ്ടി വന്നില്ല. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. അത് കഴിഞ്ഞ് രണ്ടാമത് അതിന് മുമ്പ് എനിക്ക് അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലായിട്ടുള്ള NHS എനിക്ക് ജോലി കിട്ടിയായിരുന്നു. പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല, ഭയങ്കര ദൂരെ കൂടുതലായതുകൊണ്ട് ഞങ്ങളത് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ കഴിവിലൊക്കെ വിശ്വസിച്ച് ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ നല്ല ജോലി വരട്ടെ, ഞാൻ മാസ്റ്റേഴ്സൊക്കെ പഠിച്ചതാണ്, കുറച്ചുകൂടെ നല്ല ജോലി വരട്ടെ എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ എനിക്കൊന്നും അന്ന് ആ ഇൻ്റർവ്യൂ നടന്നത് ഏപ്രിൽ 2024 അത് കഴിഞ്ഞ് എനിക്ക് നവംബർ 2024 ഇടയിൽ എനിക്ക് കുറേ ജോലികൾ ഇൻ്റർവ്യൂസ് വന്നിരുന്നെങ്കിലും എനിക്കൊന്നും ക്രാക്ക് ചെയ്യാനൊന്നും പറ്റിയിരുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇൻ്റർവ്യൂസ് എല്ലാം. എല്ലാവിടെ നിന്നും റിജക്ഷൻസാണ് വന്നിരുന്നത്. ഒരു ദിവസം ഞാനൊരു 3-4 അപ്ലൈ ചെയ്ത് എപ്പോഴും റിജക്ഷൻസ് വരുള്ളായിരുന്നു. അങ്ങനെ നവംബറിൽ എനിക്കൊരു ബാൻഡ് 2 ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് ഗിൽഫോർഡ് NHS ട്രസ്റ്റിൽ എനിക്ക് ജോലി കിട്ടി. ആ സമയത്ത് ഞാൻ മാതാവിൻ്റെ എപ്പോഴും ഞാൻ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഞാൻ മാതാവിൻ്റെ ഉപ്പും തൈലവും തേനൊക്കെ ഉപയോഗിച്ച് അവിടെ പ്രാർത്ഥിച്ച് ഉപ്പ് അവിടെ ഇട്ടിട്ടാണ് ഞാൻ പോവാറ്. അങ്ങനെ എനിക്ക് ആ ജോലി കിട്ടി, ഞാൻ ആ ജോലിക്ക് കയറി. പക്ഷെ ആ ജോലി എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അതെന്ന് പറയുന്നത് എമർജൻസി ആയതുകൊണ്ട് തന്നെ എപ്പോഴും തിരക്കായിരിക്കും. പിന്നെ അവിടെ നമ്മുടെ കൂടെ വർക്ക് ചെയ്തിരുന്നവരും ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പം ഞാൻ വീണ്ടും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, കരഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നേ, എനിക്ക് വേറൊരു ജോലി വേണം, എനിക്ക് മാറണം. കാരണം എനിക്ക് ജോലി അപ്ലൈ ചെയ്യാനേ പറ്റുന്ന ഒരു സമയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ആ സമയത്ത് മെയ്യിലും വണക്കമാസത്തിന് അന്ന് എൻ്റെ അമ്മയോടൊന്ന് വണക്കമാസത്തിന് ഇവിടെ പേര് കൊടുത്തു. മെയ് 7 അന്നത്തേക്ക് എനിക്കൊരു ഇൻ്റർവ്യൂ കിട്ടി. ആ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഞാൻ മാസ്റ്റേഴ്സ് പഠിച്ചത് റിലേറ്റഡ് ആയിട്ടായിരുന്നു. ക്യാൻസർ സ്ക്രീനിങ് ഓഫീസർ എന്നായിരുന്നു അതിൻ്റെ പേര്. അങ്ങനെ എനിക്കത് കിട്ടി. അത് അന്ന് പറയുന്നത് ഭയങ്കര വലിയ പോസ്റ്റൊന്നും ആയിരുന്നില്ല, ഇച്ചിരി ഇതുള്ള പോസ്റ്റായിരുന്നു. പക്ഷേ ആ ജോലി എന്ന് പറയുന്നത് എനിക്ക് 9 to 5 വർക്ക് ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് സമയമുണ്ടായിരുന്നു ജോലി അപ്ലൈ ചെയ്യാൻ, എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടും എനിക്കത് പറ്റിയൊരു ജോലിയായിരുന്നു. ആ ജോലിയിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കണേ. അതിനിടയിൽ ഞാനപ്പോൾ എല്ലാ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും ആ ജോലിയുടെ സ്ഥലവും
പിന്നെ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോണവരുടെ പേരും നമുക്ക് നേരത്തെ കൂടി അവർ മെയിൽ അയച്ചു തരും. അപ്പോൾ അവരുടെ പേരും അവരുടെ പൊസിഷനും അവരുടെ മെയിൽ ഐ ഡിയും എല്ലാം ഞാനിങ്ങനെ എഴുതി അതിൽ കുരിശ് വരയ്ക്കും. കുരിശ് വരച്ച് ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കാറ്. അത് കഴിഞ്ഞ് അങ്ങനെ എനിക്ക് ആ ജോലി കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ ആ ജോലിക്ക് കയറി പോയിരിക്കുന്ന സമയത്ത്, അതിന് മുമ്പ് ഞാൻ ജനുവരി 2025 ഞാനൊരു രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ പഠിച്ച കോഴ്സ് എന്ന് പറയുന്നത് ഫിസിഷ്യൻ അസിസ്റ്റൻ്റാണ്. അതിന് നമ്മുടെ ഇന്ത്യയിൽ രജിസ്ട്രേഷൻ ഇല്ല. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്കൊരു രജിസ്ട്രേഷൻ കിട്ടുക എന്ന് പറയുന്നത്. അപ്പം ഞാൻ ODP എന്ന് പറഞ്ഞൊരു രജിസ്ട്രേഷന് അപ്ലൈ ചെയ്തു UK എനിക്ക് വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ നാട്ടിലുള്ള സിലബസും എക്സ്പീരിയൻസും വെച്ച് കൺവേർട്ട് ചെയ്തിട്ട് വേണം അത് എടുക്കാനായിട്ട്. അങ്ങനെ അത് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജനുവരി 9 അപ്ലൈ ചെയ്തു. ഫെബ്രുവരി 10 ആയപ്പോൾ അവരെനിക്കൊരു മെയിൽ അയച്ചു ഇങ്ങോട്ടേക്ക്. ഞാൻ സബ്മിറ്റ് ചെയ്തേക്കുന്ന ഡോക്യുമെൻറ്റ്സിൽ ഒരെണ്ണം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഞാനൊരു ഏജൻസി ത്രൂ ആണ് അപ്ലൈ ചെയ്തത്. അപ്പം ഞാൻ ഏജൻസിക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അലിൻ കറക്റ്റായിട്ടാണ് ചെയ്തതാണ്, അത് കുഴപ്പമില്ല. അവർക്ക് അങ്ങനെ പറഞ്ഞു ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് കറക്റ്റായിട്ടാണ് ചെയ്തേക്കണേ എന്ന് പറഞ്ഞൊരു മെയിൽ അയക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ 7 പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ എത്തിച്ച് ഞാൻ അവർക്ക് തിരിച്ച് മെയിൽ അയച്ചു, ഞാൻ കറക്റ്റായിട്ടാണ് ചെയ്തേക്കണേ, ഇനി ഇതിൽ നിങ്ങൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യണേ എന്ന് ചോദിച്ചുകൊണ്ട് ഞാനൊരു മെയിൽ അയച്ചു. പക്ഷെ അതിനുള്ള റിപ്ലൈ എനിക്ക് വന്നിരുന്നില്ല. ഞാൻ ഫെബ്രുവരിയിൽ അയച്ച മെയിലിനുള്ള റിപ്ലൈ എനിക്ക് വരുന്നത് ജൂലൈയിലാണ്. കാരണം അവർക്ക് അത്രയധികം അപ്ലിക്കേഷൻസ് വരുന്നുണ്ടായിരുന്നു. ജൂലൈ 12 ഞാൻ എന്നും പ്രാർത്ഥിക്കും. ഞാനിത് ഈ അപ്ലൈ ചെയ്താണ് എപ്പോഴും ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്ത്, എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത് പ്രിൻ്റ് ഔട്ട് എടുത്ത് അതിനകത്ത് കുരിശ് വരച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാൻ ആ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ച് ആ സമയത്ത് അച്ഛൻ പറയണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ച് പ്രാർത്ഥിച്ചോളൂ ഡെയിലി ബ്രെഡിൽ രാവിലത്തെ. അങ്ങനെ ഞാൻ അത് വെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഞാനപ്പോൾ അവർക്ക് ഒന്നും കൂടെ മെയിൽ അയക്കാമെന്ന് പറഞ്ഞ് ഞാൻ മെയിൽ എടുത്തപ്പോൾ ഞാൻ ജൂലൈ 12 എടുക്കണേ. ജൂലൈ 11 ഉച്ചയ്ക്ക് 2:02 എനിക്ക് ഓൾറെഡി ഒരു മെയിൽ വന്ന് ഇങ്ങോട്ട് കിടക്കുകയാണ്. അത് ഓപ്പൺ ആയിട്ടുള്ള രീതിയിലാണ് കിടക്കണേ, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഇങ്ങോട്ട് വന്ന് കിടക്കണ്ട്. എന്ത് പറഞ്ഞേക്കണേന്ന് വെച്ചാൽ അവർ റെഫറൻസ് വെയിറ്റ് ചെയ്യാണ്. ഒരു റെഫറൻസും കൂടെ അവർക്ക് കിട്ടാനുണ്ട്, ബാക്കിയുള്ളത് എല്ലാം അവർക്ക് കിട്ടി. ആ ഒരു റെഫറൻസും കൂടെ കിട്ടുകയാണെങ്കിൽ അവരെനിക്ക് രജിസ്ട്രേഷൻ തരാൻ തയ്യാറാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കാരണം 8 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ തീരും. ജനുവരിയിൽ അപ്ലൈ ചെയ്തു, ജൂലൈയിൽ അത് കിട്ടുകയെന്ന് പറഞ്ഞാൽ മാധവൻ്റെ അനുഗ്രഹം മാത്രമാണ്. എനിക്കല്ലാണ്ട് ഒന്നും പറയാനില്ല കാര്യത്തിൽ. അത് കഴിഞ്ഞ് എനിക്ക് ആ രജിസ്ട്രേഷൻ കിട്ടിയല്ല, ആ റെഫറൻസ് വെയിറ്റിംഗ് ആയത് ഞാൻ അവിടെ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ അവിടുത്തെ കോഴ്സ് ലീഡറുടെ ആയിരുന്നു. ആ പുള്ളിക്കാരത്തേക്ക് ഞാൻ ജോലിക്ക് കയറുന്ന സമയത്ത് റെഫറൻസ് ചോദിച്ചിട്ട് എനിക്ക് റിപ്ലൈ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ ഒരുപാട് ഞാൻ പുള്ളിക്കാരത്തേക്ക് മെയിൽ അയച്ചു. ഞാൻ ലിങ്ക്ഡിൻ വഴി അവിടെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരുടെ അടുത്ത്, ആ കോഴ്സ് പഠിക്കുന്ന പിള്ളേരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചു ഈ പ്രൊഫസർ ഇപ്പോഴും അവിടെ ഉണ്ടോ. അപ്പോൾ അവർ പറഞ്ഞ ആളവിടെ ഉണ്ട്. കാരണം ഞാൻ അവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നോക്കിയിട്ട് ആളുടെ പേര് കണ്ടിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പോൾ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോയാവോന്ന്. പക്ഷേ ആളവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഒരു വെള്ളിയാഴ്ച രാവിലെ ഞാൻ ഡെയിലി ബ്ലെസ്സിങ് കാണുന്ന സമയത്ത് ജോസഫ് അച്ഛൻ വിളിച്ചു പറഞ്ഞ് നിങ്ങളുടെ പെൻഡിങ് ആയിട്ട് കിടക്കണ എല്ലാ ഫയലുകളും ഇന്നത്തോടെ റെഡിയായി കിട്ടും എന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു അത് എന്നെയാണ് പറയണേ എന്ന്. അതേപോലെ ഞാനപ്പോൾ അന്ന് രാവിലെ മൊത്തം ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഞാനിങ്ങനെ ഓരോ മെയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ വരും എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അന്ന് 5 മണിക്കുള്ളിൽ വന്നില്ല. 5 മണി കഴിഞ്ഞ് ഞാൻ റൂമിലെത്തി എൻ്റെ ഫോണിൽ നെറ്റ് ഓണാക്കി കഴിഞ്ഞപ്പോൾ ഈ പ്രൊഫസർ എനിക്ക് മെയിൽ അയച്ചേക്കാണ്, അലിനെ ഒന്ന് ടീംസിൽ വരാൻ പറ്റുമോ, ആൾക്കൊന്ന് വെരിഫൈ ചെയ്യണം, ഞാനിപ്പോഴും UK തന്നെ ഉണ്ടോ എന്ന്. പഠിച്ചു കഴിഞ്ഞിട്ട് 1.5 വർഷത്തിനടുത്ത് ആവാറായി. അപ്പോൾ ഇപ്പോഴും ഞാൻ UK തന്നെ ഉണ്ടോ, ആൾക്ക് റെഫറൻസ് തരാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ടീംസിൽ വന്നു, ഞാൻ കാര്യം പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു അലിൻ ടൈം വേസ്റ്റ് ചെയ്യേണ്ട, കാരണം ഇത് അലിന് കിട്ടില്ല എന്ന് വെച്ചിട്ടാണ് ആൾ ഇത്രയും നാളത് തരാണ്ടിരുന്നേ, അലിൻ്റെ പൈസയും സമയവും കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ആൾ റെഫറൻസ് കൊടുക്കാണ്ടിരുന്നേ, അലിന് കിട്ടാൻ വളരെ ചാൻസ് കുറവാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് റെഫറൻസ് കിട്ടുകയാണെങ്കിൽ അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മാഡം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ആണോ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പം തന്നെ അയക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ വെള്ളിയാഴ്ച അപ്പം തന്നെ അവർ എനിക്ക് റെഫറൻസ് അയച്ചു. ഞാൻ പിറ്റേ ദിവസം തിങ്കളാഴ്ച രാവിലെ എനിക്ക് പേയ്മെൻറ്റിനുള്ള ലിങ്ക് വന്നു. ഞാൻ പേയ്മെൻറ്റ് ചെയ്തു. ചൊവ്വാഴ്ച രാവിലെ ഞാൻ എണീക്കുമ്പോൾ എനിക്ക് രജിസ്ട്രേഷൻ നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ്
ഓഗസ്റ്റ് 14 ആയപ്പോഴേക്കും രജിസ്ട്രേഷൻ നമ്പർ അവർ HCPCയുടെ ഫുൾ മെയിൽ എന്നെ അവരുടെ രജിസ്ട്രേഷനിൽ ആഡ് ചെയ്തതായിട്ട് എനിക്ക് കിട്ടി. അത് കഴിഞ്ഞ് അപ്പോൾ എനിക്ക് ആ നാട്ടിൽ UK കണ്ടിന്യൂ ചെയ്യാനായിരുന്നു താല്പര്യം. അതുകൊണ്ട് ഞാനൊരു സ്പോൺസർഷിപ്പ് വിസയുള്ളൊരു ജോലി നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഈ ജോലി കിട്ടുകയാണെങ്കിൽ എനിക്ക് സ്പോൺസർഷിപ്പ് എന്തായാലും കിട്ടുമെന്നും എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ എനിക്ക് എക്സ്പീരിയൻസും വളരെ കുറവായതുകൊണ്ട് ഞാൻ ആദ്യം അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞു തരാൻ പറ്റില്ല, അവർക്ക് മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും ഉള്ള ആളെയാണ് വേണ്ടതെന്ന് പറഞ്ഞു. അത് കിട്ടിയില്ല. അത് കഴിഞ്ഞ് പോയോടത്ത് എനിക്കൊന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല എൻ്റെ ഇൻ്റർവ്യൂവിൽ. കാരണം അവർ ചോദിക്കണ ഒരു കാര്യവും എനിക്കറിയില്ലായിരുന്നു. അത്രയും മോശമായിട്ടാണ് ഞാൻ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അവിടെ നിന്ന് ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയത്. കാരണം എനിക്കൊന്നും പറയാനുണ്ടായില്ല. അത് കഴിഞ്ഞ് ഞാനപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടാകും. ഞാനപ്പോൾ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് ഒന്നും കൂടി ഉടമ്പടി പുതുക്കി. കാരണം ഞാൻ പോയിട്ട് 1.5 വർഷമായി, പിന്നെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് ഒന്നും കൂടെ പുതുക്കിയിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡേറ്റ് ബുക്ക് ചെയ്തു. സെപ്റ്റംബർ 11 വൈകിട്ട് 5:30 ഫ്ലൈറ്റിന് ഞാൻ ബുക്ക് ചെയ്തു. ഇവിടെ വന്ന് അപ്പം ഞാൻ ഇപ്പം ഓൾറെഡി നേർന്നുണ്ടായിരുന്നു. ഞാൻ വരുമ്പോൾ ആദ്യം ഞാൻ കൃപാസനത്തിൽ വന്ന് എനിക്ക് രജിസ്ട്രേഷൻ കിട്ടിയതിൻ്റെ നന്ദി പറഞ്ഞിട്ടേ ഞാൻ തിരിച്ചെൻ്റെ വീട്ടിൽ പോവുള്ളൂന്ന്. അങ്ങനെ ഞാൻ ഓഗസ്റ്റിൽ ഞാൻ എൻ്റെ ടിക്കറ്റ് എടുത്തു. ഞാൻ സെപ്റ്റംബർ 1 മുതൽ ആനുവൽ ലീവിലാണ് ജോലി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ സെപ്റ്റംബർ 3 കുറേ ജോലി അപ്ലൈ ചെയ്തു. അതിൽ 3 അപ്ലൈ ചെയ്തതിൽ ഒരു ജോലിക്ക് എന്നെ സെപ്റ്റംബർ 4 എന്നെ ഇൻ്റർവ്യൂ കോളിന് വിളിച്ചു. അതെന്ന് പറയുന്നത് ഞാൻ ഇത്രയും നാൾ അപ്ലൈ ചെയ്തതിൽ ഏറ്റവും നല്ല ജോലി എന്ന് പറയാം. കാരണം ഏറ്റവും കൂടുതൽ സാലറി പാക്കേജ് ഉള്ള ജോലി. ഇത്രയും നാൾ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഏറ്റവും സാലറി കുറവും എൻട്രി ലെവൽ ജോലികളാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇതിലവർ ചോദിച്ചേക്കണം, ഒന്നാമത്തെ കാര്യം ഇതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അവർക്ക് മിനിമം 2 വർഷം എക്സ്പീരിയൻസ് ഉള്ളവരെയും അത്രയും സ്കിൽഡ് ആയിട്ടുള്ള ഒരാളെ മാത്രമാണ് അവർക്ക് വേണ്ടത്. അതിന് ഞാൻ വെറുതെ കിട്ടില്ല എന്നറിയാം, പക്ഷേ എൻ്റെ അടുത്തായതുകൊണ്ട് ഞാൻ ചുമ്മാ അപ്ലൈ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ അപ്ലൈ ചെയ്തത്. ആ ജോലിക്ക് തന്നെ അവർ ഇൻ്റർവ്യൂ കോളിന് വിളിച്ചു. അതിന് മുമ്പ് ഒരിതുണ്ടായിരുന്നു, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ ഞാൻ അപ്ലൈ ചെയ്തിട്ട് അവരെന്നെ റിജക്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്തായതുകൊണ്ടും എനിക്ക് പോകാൻ എളുപ്പമായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു ദിവസം എൻ്റെ ലഞ്ച് ബ്രേക്ക് വന്നപ്പോൾ ഞാൻ ഉപ്പ് കയ്യിൽ പിടിച്ചിട്ട് ഞാൻ അവിടേക്ക് ഡയറക്റ്റ് ചെന്നിട്ട് ഞാൻ ചോദിച്ചു, ഞാൻ അപ്പോയിൻമെൻ്റ് ഒന്നും എടുത്തിട്ടുണ്ടായില്ലേ, ഞാൻ ചോദിച്ചു എനിക്ക് ഇങ്ങനെ തിയേറ്റർ മാനേജറെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു കാണാൻ പറ്റില്ല, ഇവിടെ തിരക്കാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വെയിറ്റ് ചെയ്യാൻ റെഡിയാണ്, എനിക്ക് കുറച്ച് നേരത്തിനുള്ളിൽ ആരെങ്കിലും കാണാൻ പറ്റുമോ, എനിക്ക് തിരിച്ച് വർക്കിന് കയറണം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് വിശ്വാസ പ്രമാണം എത്തിച്ചു. എൻ്റെ കയ്യിൽ എപ്പോഴും ഞാൻ എവിടെ പോകണമെങ്കിലും ഒരു നുള്ളുപ്പ് എൻ്റെ കയ്യിൽ എപ്പോഴും ഞാൻ എടുത്ത് പിടിക്കും. അതിങ്ങനെ വേർത്ത് നനഞ്ഞിട്ടൊക്കെ ഉണ്ടാവും, എന്നാലും അത് ഞാൻ ഇങ്ങനെ കയ്യിലെടുത്ത് പിടിക്കും. എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം ഒരു 20 മിനിറ്റിൻ്റെ അടുത്ത് ഞാൻ വെയിറ്റ് ചെയ്തു. തിയേറ്റർ മാനേജർ, ഡെപ്യൂട്ടി അസിസ്റ്റൻറ്റ് തിയേറ്റർ മാനേജർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ചോദിച്ചത് അവരെന്നെ ഓൾറെഡി റിജക്റ്റ് ചെയ്തു. അപ്പോൾ അവിടെ പൊസിഷൻസ് ഒന്നും ഓപ്പണിംഗ് ഉണ്ടായില്ല. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ അങ്ങനെ ആരും ഇങ്ങനെയൊന്നും വന്ന് ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചത് ഞാനിവിടെ വന്ന് പൈസ ഇല്ലാണ്ട് വെറുതെ കണ്ട് പഠിച്ചോട്ടെ, എനിക്ക് വർക്ക് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് എന്നാണ് ഞാൻ ചോദിച്ചിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു അവർക്കറിയില്ല, ഇവിടെ ആരും അങ്ങനെ വന്ന് ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്കറിയില്ല, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാം എന്നിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിതേപോലെ എൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് ഞാൻ പോന്നു. പക്ഷെ ആരും എന്നെ വിളിച്ചില്ല. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ജോലി അപ്ലൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഞാൻ പോയി സംസാരിച്ച പുള്ളിക്കാരിയും അവരുടെ മാനേജറുമാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്യാനിരുന്നിരുന്നത്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ എന്നെ അവർ പറഞ്ഞു നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇത്രയും നാൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഡ്രസ്സിൻ്റെ എവിടെയെങ്കിലുമൊക്കെ കാശുരൂപം കുത്തി വയ്ക്കും, ഞാൻ കയ്യിൽ ഉപ്പിത്തിരി പിടിക്കും, എന്നിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ പോകുമ്പോൾ ഉപ്പിടും. പോണതിന് മുമ്പ് ഞാൻ അവിടെ പേരും എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോണവരുടെ പേരും സ്ഥലവും അവരുടെ മെയിൽ ID ഫോൺ നമ്പർ എല്ലാം ഒരു പേപ്പറിൽ എഴുതി എനിക്ക് എന്ന് മുതലാണ് ആ കോള് വന്നത് ഇൻ്റർവ്യൂവിൻ്റെ അന്ന് വരെ ഞാനത് തൈലം തേച്ച് ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അത് അത്രയും നാൾ ഞാൻ ചെയ്തിരുന്നു. അന്ന് ഞാൻ പോയപ്പോൾ ഞാനൊരു സാക്ഷ്യത്തിൽ കേട്ടിട്ടുണ്ടായിരുന്നു, കാശുരൂപം കഴുത്തിലിടുമ്പോൾ ആഭരണവും കയ്യിൽ പിടിച്ചത് ആയുധമാണെന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ അന്നത്തെ ദിവസം അത് 12-ാം തീയതി ആയിരുന്നു. അപ്പം ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ടിക്കറ്റ് 12-ാം തീയതി വൈകിട്ട് 5:30 മാറ്റിയായിരുന്നു. ഇൻ്റർവ്യൂ വന്നത് എനിക്ക് 12-ാം തീയതി രാവിലെ 11 മണിക്കായിരുന്നു.
അപ്പം ഞാനതിനെ ഇങ്ങനെ കയ്യിൽ പിടിച്ച് ഞാൻ ഇൻ്റർവ്യൂവിന് ചെന്നു. അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് എന്നോട് സംസാരിച്ചത്. പക്ഷേ അവരത് കഴിഞ്ഞ് ചോദിച്ച ഒരു ചോദ്യത്തിനും എനിക്ക് ഉത്തരം പറയാനുണ്ടായില്ല. അവർക്ക് മനസ്സിലായി തുടക്കം കേട്ടപ്പോൾ തന്നെ എനിക്കൊന്നും അറിയില്ല എന്നുള്ള കാര്യം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഇല്ല. അവരെന്നോട് 2-3 നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില റൂൾസ് ഉണ്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ, അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ എനിക്ക് അതിനെപ്പറ്റി പോലും അറിയില്ലായിരുന്നു. പക്ഷെ അവർ വളരെ കൂളായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇത് വീട്ടിൽ പോയിട്ട് വായിച്ചാൽ മതി, ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എന്നോട് ചോദിച്ചു, നീ എന്താ നീ OT കയറുമ്പോൾ നീ എന്താ ചെയ്യാറ്, തുടക്കം മുതൽ പറയാൻ പറഞ്ഞു. അപ്പോൾ എനിക്കൊന്നും പറയാണ്ടായില്ല. ഞാൻ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിപ്പോയി. ഞാൻ ഈ കാശുരൂപം ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ പറഞ്ഞായോ, എനിക്കൊന്നും അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അത്രയും വിഷമത്തോടെ ഞാൻ അവിടെ ഇരുന്നേ. അങ്ങനെ ഞാൻ ഇരുന്ന് അത്രയും മുറുകെ പിടിച്ചു. എന്നിട്ട് ഞാൻ അവിടെ കരഞ്ഞൊന്നുമില്ല, ഞാൻ അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, അറിയില്ലെങ്കിൽ നിനക്ക് എന്താ പറ്റി, നീ കൺഫ്യൂസ്ഡ് ആയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ബ്ലാങ്ക് ആയിപ്പോയി, എനിക്കൊന്നും പറയാൻ കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇൻ്റർവ്യൂ പോയി. കാരണം അവരെല്ലാവരോടും ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കും, നമ്മളെ ഒന്നും പെട്ടെന്നൊന്നും ടെൻഷൻ ആക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇൻ്റർവ്യൂ പോയി, ഇതിപ്പോൾ ഒന്നും കിട്ടാൻ പോണില്ല, ഇനിയിപ്പോൾ നാട്ടിൽ പോയി അച്ഛനെ കണ്ട്. അപ്പം ഞാൻ എല്ലാം എടുത്തു. എനിക്കിനി 6 മാസം കൂടി ആ നാട്ടിൽ നിൽക്കാൻ പറ്റുള്ളൂ, എൻ്റെ ഗ്രാജുവേറ്റ് വിസ തീരാനായിട്ട്. അതിനുള്ളിൽ എനിക്ക് പോരണം, അതിനുള്ളിൽ എൻ്റെ വിസ തീരാൻ, അതിനുള്ളിൽ എനിക്കൊരു ജോലി കണ്ടുപിടിക്കണം. എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്, അപ്പോൾ എനിക്ക് ഡിപ്പെൻഡിനെ നിർത്താൻ പറ്റുന്ന സാലറി ക്രൈറ്റീരിയയിലുള്ളൊരു ജോലി ആവണം. അങ്ങനെ കുറേ ക്രൈറ്റീരിയാസ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, സഞ്ചാരി മാതാവേ, എനിക്കറിയാം എൻ്റെ കഴിവുകൊണ്ട് ഒന്നും നടക്കില്ല, നീ തന്നെ ഇറങ്ങി വന്ന് എന്നെ സഹായിക്കണം എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് അപ്പം ഞാൻ അവിടെ ഓൾറെഡി ഉപ്പിട്ട് പ്രാർത്ഥിച്ചായിരുന്നു ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുമ്പ്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങണ നേരത്തെ അവരെടുത്ത് പറഞ്ഞു, ഇനി അവർക്ക് 17-ാം തീയതി വരെ ഇൻ്റർവ്യൂസ് ഉണ്ട്, അത് കഴിഞ്ഞാൽ അലീനെ എന്തെങ്കിലും അറിയിക്കാൻ പറ്റുള്ളൂ, 17-ാം തീയതിയാണ് അറിയിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശരി മതി. അപ്പം ഞാൻ 12-ാം തീയതി വൈകിട്ട് ഇങ്ങോട്ട് പോരുകയാണ്. പിന്നെ ശനി ഞായറുമാണ്. പിന്നെ അപ്പോൾ ഞാൻ 17-ാം തീയതിയാണ് പ്രതീക്ഷിക്കുന്നുള്ളൂ, നാളെയാണ് ഞാൻ എൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നുള്ളൂ. പക്ഷെ ഞാൻ പോരുന്ന വഴിക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ എല്ലാവരും വിളിച്ച് പറഞ്ഞു കിട്ടില്ല, കാരണം മോശമായിരുന്നു, എനിക്കൊന്നും പറയാണ്ടായില്ല. അവർ ചോദിച്ച ബേസിക് റൂൾസ് പോലും എനിക്ക് പറയാൻ അറിയില്ല. അപ്പോൾ എന്തായാലും എനിക്ക് കിട്ടാൻ പോണില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ കാറിലിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മെയിൽ വന്നു. ഞാൻ 2 ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകണമായിരുന്നു. അതിൽ ഞാൻ പാസ്പോർട്ട് മാത്രമേ അവർക്ക് കൊടുത്തുള്ളൂ, പ്രൂഫ് ഓഫ് അഡ്രസ്സ് കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ എന്തെങ്കിലും, അത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരെനിക്ക് മെയിൽ അയച്ചു, നീ നന്നായി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, നിൻ്റെ പ്രൂഫ് ഓഫ് അഡ്രസ്സ് വേണം, അവർക്ക് അയക്കാനാണ്. അവർ HR ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് അയച്ചു, നന്നായിട്ട് ഞാൻ ചെയ്തു എന്ന്. എന്നിട്ട് അവർ HR നിന്നെ കോണ്ടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല, കാരണം ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് ഞാൻ ആലോചിച്ചത്. അപ്പോൾ എനിക്കറിയാം മാതാവ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇതൊരു പോസിറ്റീവ് സൈനാണ്, പക്ഷേ 100% വിശ്വസിക്കാറായിട്ടില്ല. ഞാൻ പിന്നെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു എനിക്ക് സ്പോൺസർഷിപ്പ് വേണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വെയിറ്റ് ചെയ്യാം, 17-ാം തീയതി എന്തായാലും അറിയുമല്ലോ, ഇനിയിപ്പോൾ 2-3 ദിവസം കൂടിയല്ലേ ഉള്ളൂ, നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഞങ്ങളുടെ 20 മണിക്കൂറിൻ്റെ ഒരു ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ വെള്ളിയാഴ്ച കയറി ശനിയാഴ്ച വൈകിട്ടാണ് ഇവിടെ എത്തിയത് 6:30-ക്ക്. ഞാൻ നേർന്ന പോലെ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് കൃപാസനത്തിലേക്ക് വന്നു. ഇവിടെ എത്തിയപ്പോൾ ഒരു 10-11 മണി ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് തുറന്ന് ഫ്രണ്ടിലുള്ള മാതാവിൻ്റെ അവിടെ വരെ പോയി മാതാവിനെ കണ്ട് എനിക്ക് രജിസ്ട്രേഷൻ കിട്ടിയതിന് നന്ദി പറയാൻ പറ്റി. അപ്പോൾ ഞാൻ മാതാവിനെ ഏൽപ്പിച്ചു, എനിക്കിങ്ങനെ ഒരു മെയിൽ വന്നിട്ടുണ്ട്. ഞാൻ അന്ന് പോയപ്പോൾ എൻ്റെ ഫോൺ ഇങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പിടിച്ചിട്ട് പറഞ്ഞു എനിക്കിങ്ങനെ ഒരു മെയിൽ വന്നിട്ടുണ്ട്, എനിക്കറിയില്ല ഇത് കിട്ടുമെന്ന്, എൻ്റെ കഴിവുകൊണ്ട് എന്തായാലും എനിക്ക് കിട്ടാൻ പോകില്ല, നിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് എന്തായാലും കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് പോന്നു. അത് കഴിഞ്ഞ് ശനി ഞായറും കഴിഞ്ഞു. തിങ്കളാഴ്ച ഇപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഇവരെന്താ പറയണേ, HR വിളിക്കുന്നല്ലേ പറഞ്ഞേക്കണേ. എനിക്ക് രാവിലെ ഒന്നും ഉണ്ടായില്ല. പക്ഷെ ഉച്ചയ്ക്ക് 3:26 ഇന്നലെ ഉച്ചയ്ക്ക് 3:26 അവരെനിക്ക് മെയിൽ അയച്ചു, അവരെനിക്ക് ജോലി തരാൻ തയ്യാറാണെന്ന്. ഒരു കഴിവില്ലാത്ത തന്നെ അവരെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് ഇന്നലെ തന്നെ അവർ കുറേ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അയക്കാൻ പറഞ്ഞു, അതൊക്കെ അയച്ചു. അങ്ങനെ ഇന്ന് ഞാനിവിടെ അച്ഛനെ കണ്ട് സാക്ഷ്യം പറയാൻ വന്ന് ഇന്ന് ഞാനിവിടെ നിൽക്കുന്ന ആൾക്കാരിൽ എനിക്ക് ജോലി കിട്ടിയിട്ടാണ്. അപ്പം ഞാൻ ഈ വരുന്ന തിങ്കളാഴ്ച തിരിച്ചു പോവും ബാക്കി പ്രൊസീഡിങ്സൊക്കെ ചെയ്യാനായിട്ട്. എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ ഇനിയുള്ള പ്രോസസ്സും ഒരു തടസ്സമില്ലാണ്ട് നടന്നു കിട്ടുന്നുള്ളത്.
പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് എനിക്ക് ഫസ്റ്റ് NHS ജോലി കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ മുഴുവൻ സാലറിയും ഞാൻ ദശാംശമായിട്ട് കൊടുക്കാമെന്ന് നേർന്നുണ്ടായിരുന്നു. അതേപോലെ ഞാൻ മുഴുവൻ സാലറിയും 4 മാസമായിട്ട്, എനിക്ക് ഒരുമിച്ച് കൊടുക്കാൻ പറ്റിയില്ല, 4 മാസമായിട്ട് ഞാൻ എൻ്റെ മുഴുവൻ സാലറിയും കൊടുത്തു. അതുമല്ലാണ്ട് എല്ലാ മാസവും ഞാൻ ഒരു നിശ്ചിത എമൗണ്ട് ഞാൻ ദശാംശമായിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ പത്രപ്രവർത്തനം ഞാനിങ്ങനെ പാർക്കിലുകളിൽ കൊടുക്കും. ചിലരൊക്കെ മേടിക്കും, ചിലരൊന്നും മേടിക്കില്ല. പിന്നെ പള്ളികളിൽ കൊടുക്കും. സ്ഥിരം ഒരു പള്ളിയിലല്ല, ഞാൻ പല പള്ളികളിൽ പോയിട്ടാണ് കൊടുക്കാറ്. കാരണം ഞാൻ വർക്ക് ചെയ്യണതും വേറൊരു സ്ഥലത്താണ്. ഞാൻ ഇപ്പോൾ വീക്കെൻഡ്സിൽ വീട്ടിലേക്ക് വരുമ്പോൾ വീട് വേറെ സ്ഥലത്ത്, അപ്പം ഞാൻ അവിടെ അടുത്തുള്ള പള്ളികളിലൊക്കെ പോയിട്ടാണ് കൊടുക്കാറ്. പിന്നെ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഞാൻ ഒരുപാട് മാറി. പണ്ട് എനിക്ക് സഞ്ചാരി മാതാ കൃപാസനം എന്നുള്ള പേര് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പ്രാർത്ഥന എത്തിച്ചിട്ടുണ്ട്, പക്ഷെ അത് എന്താണെന്ന് അറിയാനോ അല്ലെങ്കിൽ അറിയാൻ ശ്രമിച്ചിട്ടില്ല എന്ന് പറയുന്നതാണ് സത്യം. ഞാൻ 5:30 എണീറ്റ് എത്തിക്കേണ്ട ഒരു പ്രാർത്ഥന എന്നുള്ള രീതിയിൽ ഞാൻ അന്ന് എത്തിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എന്താണെന്ന് മനസ്സിലാക്കി എത്തിക്കുന്നത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. പിന്നെ ഞാൻ 1/2 മണിക്കൂർ ബൈബിൾ വായിക്കാറുണ്ട്, പ്രാർത്ഥന എത്തിക്കാറുണ്ട്. ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഞാൻ അവിടെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാറുണ്ട്. ഇവിടെ ഞാൻ എൻ്റെ പാരൻസിന് പൈസ കൊടുത്തിട്ട് ഇവിടെയും ചെയ്യാറുണ്ട്. എനിക്ക് ഈ ജോലി ലഭിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു.